ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി കുറച്ച് സ്നാക്സ് ആണ്. നമ്മൾക്ക് 4 മണിക്ക് ചായയോടൊപ്പമോ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് ചേരുവകൾ ആവശ്യമില്ല. എന്നാൽ നമ്മൾക്ക് വെറൈറ്റി ആയിട്ട് 3 തരം സ്നാക്സ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൈദപ്പൊടിയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അതിനകത്തോട്ട് 1 ടീസ്പൂൺ പൊടിച്ച മുളകും കൂടി ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ ഇത് നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഏതാണ്ട് 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം വേണ്ടി വരും. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സാക്കി കൊടുക്കുക. ഏതാണ്ട് 1/2 കപ്പാണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഇപ്പം ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കാം. അതിനായിട്ട് 4 ഇടത്തരം ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് പുഴുങ്ങിയതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. വേണമെങ്കിൽ കൈ വെച്ചിട്ടും ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഉടച്ചെടുത്താലും മതി. ഇതിപ്പം കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉടച്ചെടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം, തീരെ കട്ടയൊന്നും പാടില്ല. ഇപ്പം ഇവിടെ ഞാൻ എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വഴറ്റാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് സവോള പൊടിയായിട്ട് അരിഞ്ഞത് 2 വലിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം ഇത് ചെറുതായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. 4 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇനി ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ്. 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഇതിവിടെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് പൊടികളൊന്നും നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമില്ല. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത്രയും പൊടികൾ നമ്മൾക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ളൂ. ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉടച്ച് മാറ്റി വെച്ച പൊട്ടാറ്റോ ആണ്. അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലാണ് നമ്മൾക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാൻ പറ്റുക. ഇപ്പം ഞാനിവിടെ കുറച്ച് വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം പൊട്ടാറ്റോ എല്ലാം ഇട്ട് കഴിഞ്ഞു. നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഏതാണ്ട് 1 പിടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി വേണ്ടത് capsicum പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഏത് കളറിലുള്ള ക്യാപ്സിക്കായാലും കുഴപ്പമില്ല. ഞാനിവിടെ റെഡ് കളറിലുള്ള ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് നമ്മൾക്കിത് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് മുട്ട പുഴുങ്ങിയതും കൊണ്ട് റെഡിയാക്കാം. ഞാനിവിടെ 9 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 തരം സ്നാക്കിൽക്കും കൂടിയിട്ടാണ് 9 മുട്ട എടുത്തിരിക്കുന്നത്. ഇനി ഇത് പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി എടുക്കാം. അപ്പം മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. നമ്മൾക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി മുക്കാനുള്ളതാണ്. അപ്പം ആ രീതിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിൽ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. ഇനി വേറൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയൊന്ന് സ്ലൈസ് ആക്കുകയാണ്.
ഇത് വേണമെങ്കിൽ കത്തി വെച്ചിട്ടും സ്ലൈസ് ആക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൊട്ടാറ്റോ മിക്സിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ വട്ടത്തിലൊന്ന് പരത്തി കൊടുക്കുക. ഇത് കുറച്ചധികം എണ്ണം ഒരു പ്ലേറ്റിനകത്തോട്ട് ഇതുപോലെ വട്ടത്തിൽ പരത്തി വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മുട്ട വെക്കുന്നുണ്ട്. 1-2 സ്ലൈസ് നിങ്ങൾക്ക് വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ച പൊട്ടാറ്റോ ഒന്നുകൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ടിത് സൈഡെല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച മൈദപ്പൊടിയിലും ബ്രെഡ് ക്രംസിലും ആക്കിയിട്ട് മുക്കിയെടുക്കുക. ഇപ്പം ഞാനിവിടെ എല്ലാം മുക്കിയെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ 7 എണ്ണമാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിന് നമ്മൾക്ക് പരത്തിയെടുക്കണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം മാവിന്ന് കുറച്ച് ഭാഗം എടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നല്ല തിന്നായിട്ട് പരത്തുക. നല്ല വലിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് 5 പീസായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. നീളത്തിലാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം അധികം വേവത്തില്ല. ഞാനിവിടെ നല്ല തിന്നായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൊട്ടാറ്റോ മിക്സിന്ന് ഒരു ചെറിയൊരു ഉരുള എടുക്കുക. എന്നിട്ട് മുട്ട പുഴുങ്ങിയതിൻ്റെ പകുതിയാണ് വെച്ച് കൊടുക്കുന്നത്. മറ്റേത് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ സ്ലൈസായിരുന്നു വെച്ച് കൊടുത്തത്. ഇത് പകുതി മുട്ടയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് പൊട്ടാറ്റോ മിക്സ് വെച്ച് എല്ലാം കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ടിത് ഇതിനകത്തോട്ട് വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് റോൾ ചെയ്യുമ്പോൾ നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾക്കിത് റോൾ ചെയ്തെടുക്കാം. എന്നിട്ടിത് സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിവിടെ 5 എണ്ണമാണ് ഇതേപോലെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതും സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾക്ക് ഫ്രൈ ചെയ്യുമ്പം ഒരുമിച്ച് എല്ലാം കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ വട്ടത്തിലാണ് പരത്തി കൊടുത്തിട്ടുള്ളത്. അതിനകത്തും പൊട്ടാറ്റോ മിക്സ് വയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് മുട്ട പുഴുങ്ങിയതിൻ്റെ പകുതിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ ഒരെണ്ണം കൂടെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഇതേപോലത്തെ ഒരു കട്ടോരി വെച്ചിട്ട് പ്രസ് ചെയ്യാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്കിത് പെട്ടെന്ന് തന്നെ ഇതുപോലെ വിട്ട് കിട്ടും. ഇനി ഇത് ബാക്കിയുള്ള മാവ് നമ്മൾക്ക് വീണ്ടും ഒന്നുകൂടെ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഒന്നുകിൽ നീളത്തിലുള്ള സ്നാക്കായിട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ വട്ടത്തിലുള്ള സ്നാക്കായിട്ടായാലും ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യുമ്പം ആദ്യമേ തന്നെ വട്ടത്തിലുള്ള സ്നാക്കാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഇതേപോലെ ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യുക. തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾക്ക് നീളത്തിലുള്ള സ്നാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. കട്ട്ലേറ്റ് പോലെ ഉണ്ടാക്കിയത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം അതിനകത്തുനിന്ന് ബ്രെഡ് ക്രംസൊക്കെ ചിലപ്പോൾ എണ്ണയിലോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ആയിട്ട് വരണം. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മളിതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിംഗ് എല്ലാം ഓൾറെഡി കുക്ക്ഡാണ്. അപ്പോൾ ഇതിൻ്റെ കവറിങ് മാത്രം നമ്മൾക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇപ്പം ഇതും ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾക്ക് ലാസ്റ്റായിട്ട് കട്ട്ലേറ്റ് പോലെ ഉണ്ടാക്കിയതാണ് ഫ്രൈ ചെയ്യുന്നത്. അതിന്ന് ബ്രെഡ് ക്രംസൊക്കെ കുറേശ്ശെ വീഴും എന്തായാലും. അതുകൊണ്ട് ഇത് ലാസ്റ്റാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഇത് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതോടെ നമ്മളുടെ എല്ലാ സ്നാക്കും റെഡിയായി. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് 3 തരത്തിലുള്ള സ്നാക്കാണ് ഉണ്ടാക്കാൻ പറ്റിയത്. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പഞ്ചസാര ചേർക്കാത്ത വത്തയ്ക്ക സർബത്ത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കണം. അതും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ഡ്രിങ്കാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്